RF എന്ന ഈ മോഡലാണ് ഇപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം RF എന്ന മോഡൽ ഇത് കണ്ടിന്യൂസ് ആയി ഇതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സൈക്ലിക് ടൈമറിൻ്റെ ഫംഗ്ഷനാണ് ഇപ്പോൾ ഈ ടൈമർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മറ്റ് ഫംഗ്ഷനുകളും നമുക്ക് തുടർന്ന് കാണാം. ഇതിൽ 7 സെറ്റിംഗ് ആണുള്ളത്. 7 ഫംഗ്ഷനാണ് ഈ ടൈമറിനുള്ളത്. ഈ 7 ഫംഗ്ഷനും ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നതാണ്. നിങ്ങൾ തുടർന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായും വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനായും നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നതാണ്. ഇത് ബ്രോയിസ് കൺട്രോളിൻ്റെ LMMT എന്ന ടൈമറാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AKR ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനൽ. AKR ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ വഴി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ടെക്പരമായ വീഡിയോകളാണ് കൂടുതലായും അപ്ലോഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഇലക്ട്രിക്കലിനെ പറ്റി അറിയണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. കൂടുതൽ മനസ്സിലാക്കാനായി നമ്മുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. മറ്റ് വീഡിയോകളുടെയും ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. എത്രയും പെട്ടെന്ന് ഞാൻ അതിനുള്ള മറുപടി നൽകുന്നതാണ്. നമുക്ക് നേരെ ഇതിൻ്റെ മറ്റ് സെറ്റിങ്ങുകളിലേക്ക് പോകാം. 7 ഫംഗ്ഷൻ സെറ്റ് ചെയ്യാവുന്ന ഒരു LMMT എന്ന ടൈപ്പ് ബ്രോയിസ് കൺട്രോളിൻ്റെ ടൈമറാണ് ഈ കാണുന്നത്. നിങ്ങൾക്കിവിടെ കാണാം DO, IN, RF, DOB, DN, INA, INB എന്നിങ്ങനെ 7 ഫംഗ്ഷൻ ഇതിൽ നിങ്ങൾക്ക് കാണാം. അടുത്ത ഈ നോബ് കാണുന്നത് ടൈം സെറ്റിങ്ങിന് വേണ്ടിയാണ്. അതായത് ടൈം റേഞ്ച് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതായത് സെക്കൻഡ്, മിനിറ്റ്, അവർ ഇങ്ങനെ 3 റേഞ്ച് ഇതിൽ കാണിച്ചിട്ടുണ്ട്. 0.1 മുതൽ 10 സെക്കൻഡ് വരെ ആദ്യത്തെ, അതായത് 100 മില്ലി സെക്കൻഡ് മുതൽ 10 സെക്കൻഡ് വരെ ഇതിൽ സെറ്റ് ചെയ്യാം. മിനിറ്റ് സെറ്റ് ചെയ്യുകയാണെങ്കിൽ 6 സെക്കൻഡ് മുതൽ 10 മിനിറ്റ് വരെ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ അവറും ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യാവുന്നതാണ്. അവർ 0.1 മുതൽ 100 അവർ വരെ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ 0.121 എന്നുള്ളത് നമ്മൾ 10ലേക്കാണ് വെച്ചിരിക്കുന്നതെങ്കിൽ 100 മില്ലി സെക്കൻഡ് ഇത് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇത് 100ലേക്ക് വെച്ച് കഴിഞ്ഞാൽ 1 സെക്കൻഡ് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ അവറും അങ്ങനെ തന്നെയാണ്. 100ലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 100%ലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ 100 അവർ വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ 10ലേക്ക് വെച്ച് കഴിഞ്ഞാൽ 10 അവർ ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ കംപ്ലീറ്റ് ഈ വീഡിയോയിലൂടെ കാണിക്കും. നിങ്ങൾ തുടർന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ഫംഗ്ഷനും ഞാൻ ഈ വയറിങ് വെച്ച് കാണിക്കുന്നതാണ്. ഈ വയറിങ് കണക്ട് ചെയ്തിട്ട് കാണിക്കുന്നതാണ്. ഈ സ്വിച്ച് വെച്ച് ഇതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. സ്വിച്ച് ഇല്ലാതെ വർക്ക് ചെയ്യാനായിട്ട് ഈ 3 പോയിൻ്റ് വർക്ക് ചെയ്യാനായിട്ട് ഈ സ്വിച്ചിൻ്റെ ആവശ്യമില്ല. ബാക്കിയുള്ള ഈ 4 ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് ആവശ്യമാണ്. അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ തുടർന്ന് വിവരിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു സ്വിച്ചിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് A1 B1ലേക്ക് ഒരു സ്വിച്ചിങ് കാണിച്ചിട്ടുണ്ട്. ഇത് റിലേ ആണ് കാണിച്ചിരിക്കുന്നത്. 15, 16, 18. 15, 16 നോർമൽ ക്ലോസ്, 15 to 18 നോർമൽ ഓപ്പണുമാണ്. ഇതിൻ്റെ ഗ്രാഫാണ് ഇത് കാണിച്ചിരിക്കുന്നത്. DO, IN, RF ഇതിൻ്റെയൊക്കെ ഫംഗ്ഷൻ എന്താണെന്ന് ഇതിനകത്തൂടെ ഗ്രാഫ് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാവുന്നവർക്ക് ഈ ഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാകുന്നതാണ്. നമുക്ക് ഇത് വർക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് തുടർന്ന് കാണാം. ഇതിൻ്റെ ഓരോ ഫംഗ്ഷനും ഞാൻ വർക്ക് ചെയ്യിച്ച് കാണിക്കുന്നതിനാണ് ഈ വയറിങ് ഇതുപോലെ ചെയ്തു വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം A1 ഇത് B1 ആണ്. ഇത് 15 ഇത് റിലേയുടെ കോമൺ പോയിൻ്റാണ്. അതുപോലെ തന്നെ താഴെ 16 നോർമൽ ക്ലോസ്, 18 നോർമൽ ഓപ്പൺ. നോർമൽ എല്ലാ റിലേയ്ക്കും വരുന്നത് ഇങ്ങനെ തന്നെയാണ്. 15 കോമണും 16 നോർമൽ ക്ലോസ്, 18 നോർമൽ ഓപ്പൺ. ഇതിൽ A1 B1 പിന്നെ ഇവിടെ നിങ്ങൾക്ക് A2 കാണാം. A2 ഇവിടെ ന്യൂട്രലാണ് കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൽ ഫേസ് സപ്ലൈ വന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഓണാക്കിയാൽ ഉടൻ തന്നെ ഇതിലേക്ക് ഈ ടൈമറിലേക്ക് സപ്ലൈ വരുന്നതാണ്. ഇപ്പോൾ ഇതിലൊരു സ്റ്റാർട്ട് പുഷ് ബട്ടൺ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റാർട്ട് പുഷ് ബട്ടൺ എന്തിനാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞു തരുന്നതാണ്. ഈ 3 ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഈ സ്റ്റാർട്ട് പുഷ് ബട്ടൻ്റെ ആവശ്യമില്ല. അടുത്ത 4 ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത് ഈ സ്റ്റാർട്ട് പുഷ് ബട്ടൺ വഴിയാണ്. ഇതിൻ്റെ വയറിങ് ന്യൂട്രൽ A2 കൊടുത്തു. ഇവിടെ ഫേസ് നേരെ A1 വന്നു. ഈ A1 നിന്നും ഒരു ഫേസ് സപ്ലൈ നമ്മൾ കോമൺ പോയിന്റിലേക്ക് 15ലേക്ക് സപ്ലൈ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഈ A1 നിന്ന് തന്നെ ഒരു ലൂപ്പ് ഫേസ് നമ്മുടെ ഈ കാണുന്ന സ്വിച്ചിലേക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട് ഈ നോർമൽ ഓപ്പൺ ഓക്സിലറി കോൺടാക്റ്റിൻ്റെ ഔട്ട് നേരെ നമ്മൾ B1 ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്.
ഈ 16-ൽ നിന്നും ഔട്ട് എടുത്ത് നമ്മൾ ഈ ഇൻഡിക്കേഷനിലും 18-ൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമ്മൾ ഈ റെഡ് ഇൻഡിക്കേഷനിലുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ന്യൂട്രൽ ഈ ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യുന്നതിനായി ന്യൂട്രൽ ഇവിടെ ലൂപ്പ് ചെയ്തു. അവിടെ നിന്ന് ഒരു ലൂപ്പ് എടുത്ത് നേരെ ഈ A2-ൽ തന്നെയാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് ന്യൂട്രൽ കോമൺ ആയിട്ട് എല്ലാത്തിനും കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ DO എന്ന ഫംഗ്ഷനിലേക്കാണ് ഇട്ടിരിക്കുന്നത്. അതായത് DO എന്ന് പറഞ്ഞാൽ ഓൺ ഡിലേ ഫംഗ്ഷനാണ് ഈ പോയിന്റിലേക്ക് വെച്ചാൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പോയിന്റ് 1 to 1 വെച്ചിരിക്കുന്നത്. അതായത് 1 സെക്കൻഡ് 100 മില്ലി സെക്കൻഡ് മുതൽ 1 സെക്കൻഡ് വരെയാണ് ഈ റേഞ്ച് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് 100% വെച്ചാൽ 1 സെക്കൻഡ് വർക്ക് ചെയ്യും. 10%-ലാണ് ഇത് കൊടുത്തിരിക്കുന്നതെങ്കിൽ 100 മില്ലി സെക്കൻഡാണ് ഈ റിലേ മാറി മാറി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം റിലേ ഓണാകാൻ ഡിലേ വന്നിട്ടുണ്ട്. അതായത് 1 സെക്കൻഡ് ഡിലേ ആയിട്ടാണ് ഈ റിലേ ഓണായി ഈ ഇൻഡിക്കേഷൻ വർക്ക് ചെയ്തത്. നമുക്ക് 2 സെക്കൻഡിലേക്ക് വെച്ചു. നമുക്ക് ഈ 1 to 10 വെച്ചിട്ട് നമ്മൾ 2 സെക്കൻഡ് വെക്കുന്നതിനായി 2 സെക്കൻഡ് ആക്കുന്നതിനായി നമ്മൾ 20%-ലേക്ക് ഇത് നോബ് തിരിച്ച് വെക്കുകയാണ്. 1 to 10 സെക്കൻഡിലേക്ക് നമ്മൾ നോബ് തിരിച്ച് വെച്ചിട്ടുണ്ട്. തുടർന്ന് ഇവിടെ 20%-ലാണ് ഈ നോബ് വെച്ചിരിക്കുന്നത്. അതായത് 2 സെക്കൻഡ് ഇത് വർക്ക് ചെയ്യുന്നതാണ്. ഇത് ഓൺ ചെയ്താൽ ഉടൻ തന്നെ ഇത് വർക്ക് ചെയ്യും. 2 സെക്കൻഡ് ശേഷമേ ഇത് ഓൺ ആവുകയുള്ളൂ. അതിനാണ് ഇത് ഓൺ ഡിലേ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് റിലേ ആക്ട് ആകാൻ 2 സെക്കൻഡ് ഡിലേ കൊടുത്തിട്ടാണ് ഇത് വർക്ക് ചെയ്തത്. ഇപ്പോൾ DOയുടെ ഫംഗ്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. നമുക്ക് അടുത്തത് IN എന്താണെന്ന് നോക്കാം. ഇത് നോബ് തിരിച്ച് നമ്മൾ IN-ലേക്ക് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ടൈം മാറ്റുന്നില്ല. ടൈം 2 സെക്കൻഡ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഇത് ഓഫ് ഡിലേ ആണ് കാണിച്ചത്. ഫസ്റ്റ് ഈ ഇൻഡിക്കേഷനാണ് വർക്ക് ചെയ്തത്. അതായത് നോർമൽ ഓപ്പൺ ഇത് ഓൺ ചെയ്താൽ ഇതിലേക്ക് സപ്ലൈ വന്നാൽ ഉടൻ തന്നെ ഓൺ ആവുകയും തുടർന്ന് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം കഴിയുമ്പോൾ തിരിച്ച് നോർമൽ സ്റ്റേറ്റിലേക്ക് വരികയും ഈ റിലേ ഓഫ് ആയതായും കാണാം. നമുക്ക് ഒന്നുകൂടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ ഇൻഡിക്കേഷൻ വർക്ക് ചെയ്യും. അതായത് ഈ നോർമൽ ക്ലോസ് ഓപ്പണായി നോർമൽ ഓപ്പൺ ക്ലോസ് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ലൈറ്റ് ആദ്യം വർക്ക് ചെയ്യുന്നതാണ്. കണ്ടു കാണും. ഇതാണ് ആദ്യം വർക്ക് ചെയ്തത്. നമ്മൾ 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തിരിച്ച് ഈ പഴയ സ്റ്റേറ്റിലേക്ക് തന്നെ വന്നു. അതായത് നോർമൽ ക്ലോസിൽ തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് അടുത്തത് RFN ആണെന്ന് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് ഇത് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 3-ാമത്തെ പോയിന്റിലേക്ക് ഞാൻ ഇത് നോബ് തിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഫംഗ്ഷൻ RF-ലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. RF-ൽ ഇതെന്താണ് ഫംഗ്ഷൻ നോക്കാം. ഇത് മാറി മാറി സൈക്ലിക്കായി വർക്ക് ചെയ്യുന്നതാണ്. അതായത് സൈക്ലിക് ടൈമറിന് വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 2 സെക്കൻഡ് മാറി മാറി ഇത് വർക്ക് ചെയ്യുന്നതായി. 2 സെക്കൻഡ് ഓഫാകും ഓണാകും ഓഫാകും ഓണാകും. ഇത് തന്നെയാണ് ഫംഗ്ഷൻ. നിങ്ങൾക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ റിലേ മാറി മാറി വർക്ക് ചെയ്യുന്നത്. ഇതും നമുക്ക് 100 അവർ വരെ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ടൈമറിൻ്റെ ഗുണം. 2 മോട്ടോറുകൾ മാറി മാറി ഡിലേ കൊടുത്ത് വർക്ക് ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതായത് 1 അവർ ഒരു മോട്ടോർ വർക്ക് ചെയ്യുക, അടുത്ത 1 അവറിൽ അടുത്ത മോട്ടോർ വർക്ക് ചെയ്യുക, അങ്ങനെ മാറി മാറി വർക്ക് ചെയ്യിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അതായത് സൈക്ലിക് ടൈമറിൻ്റെ ഫംഗ്ഷനാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ 3 ഫംഗ്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ നമുക്ക് ടൈം എത്ര വേണമെങ്കിലും കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ഞാൻ 2 സെക്കൻഡാണ് കൊടുത്തത്. നിങ്ങൾ 30%-ലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് 3 സെക്കൻഡിന് അപ്പുറം മാത്രമേ ഇത് മാറിപ്പിടിക്കുകയുള്ളൂ. നമുക്ക് കാണാം ഇതിപ്പോൾ 3 സെക്കൻഡ് ആണ് ഡിലേ ആയിട്ട് ഇത് മാറി മാറി വർക്ക് ചെയ്യുന്നത്. DOBയിൽ നമ്മൾ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആദ്യം ഇത് ഓണായി നിൽക്കും. അതായത് നോർമൽ ക്ലോസിൽ തന്നെ നിൽക്കും. നമ്മളിതിൽ പ്രസ് ചെയ്യുമ്പോൾ ഡിലേ ടൈം എടുത്തിട്ട് ഇത് മാറി പിടിക്കുന്നതാണ്. അതായത് ഓൺ ഡിലേ ടൈമറിൻ്റെ ഫംഗ്ഷൻ ആണ്. എന്നാൽ ഇത് ഈ സ്റ്റാറ്റസിൽ തന്നെ നിൽക്കും, ഓണായി തന്നെ നിൽക്കുന്നതാണ്. നമ്മളെപ്പോൾ ഇതിൽ പ്രസ് ചെയ്യുന്നോ അപ്പോൾ മാത്രമേ ഇത് തിരിച്ച് ഇതിലേക്ക് വരികയുള്ളൂ. അതായത് ഇപ്പോൾ നമ്മളിതിൽ 3 സെക്കൻഡാണ് വെച്ചത്. 3 സെക്കൻഡ് കഴിഞ്ഞ് ഇത് തിരിച്ച് ഇതിലേക്ക് ഈ റിലേ ഓഫാകത്തില്ല. അതായത് ഈ ലൈറ്റ് വർക്ക് ചെയ്യുന്നതല്ല. എത്ര ടൈം കഴിഞ്ഞാലും ഈ റിലേ ഓണായി തന്നെ നിൽക്കും. ഈ റെഡ് ഇൻഡിക്കേഷൻ അങ്ങനെ തന്നെ നിൽക്കും. ഇത് 3 സെക്കൻഡാണ് ഞാൻ സെറ്റ് ചെയ്തിരുന്നത്. 3 സെക്കൻഡ് ഓണാകാനായിട്ടുള്ള ടൈമാണ് ഇതിൽ കൊടുക്കുന്നത്. നിങ്ങൾ കാണാം ഇത് 3 സെക്കൻഡ് കഴിയുമ്പോൾ അതിലേക്ക് മാറുന്നതായി. ഇതിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ട്രിഗർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഉപയോഗിച്ചിരിക്കുന്ന കൺട്രോൾ പാനൽ നമ്മൾ ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
ഇതിൽ 1 അവർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് പ്രസ് ചെയ്യുന്ന ടൈം മുതൽ ഇത് കൗണ്ട് ചെയ്യാൻ തുടങ്ങും. ആ 1 അവർ കഴിഞ്ഞിട്ട് ഇത് ഓണാവുകയുള്ളൂ. ഇത് ഓണായാൽ ഈ സ്റ്റാറ്റസിൽ തന്നെ ഇത് നിൽക്കുന്നതുമാണ്. അതാണ് DOB എന്ന ഈ ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ DN എന്ന ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ റിലേ ഓൺ ആയിട്ടില്ല, നോർമൽ ക്ലോസ് തന്നെയാണ് ഇത് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ കണ്ടാൽ മനസ്സിലാവും. അതായത് 16 നിന്നാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞല്ലോ. ഇതിപ്പോൾ നോർമൽ ക്ലോസിൽ തന്നെയാണ് കിടക്കുന്നത്. ഇതിൽ നമ്മൾ പ്രസ് ചെയ്താൽ അപ്പോൾ തന്നെ ഇതിലേക്ക് മാറുന്നതായി കാണാം. ടൈം കഴിയുമ്പോൾ ഇതിലേക്ക് തിരിച്ച് വന്ന് നിൽക്കുന്നതാണ്. അതായത് ഈ നോർമൽ ക്ലോസിൽ തന്നെ നിൽക്കും. എത്ര ടൈം കഴിഞ്ഞാലും ഇത് ഇങ്ങനെ തന്നെ നിൽക്കുന്നതാണ്. നമ്മളിതിൽ പ്രസ് ചെയ്യുന്നത് എപ്പോഴാണോ അപ്പോൾ മാത്രമേ ഇത് മാറി ഇതിലേക്ക് വർക്ക് ചെയ്യുകയുള്ളൂ. ഈ DOBയും DNനും തമ്മിൽ ഓപ്പോസിറ്റ് വർക്കിംഗ് ആണ്. നമ്മൾ DNൽ വെച്ചപ്പോൾ ഈ റിലേ ഓണായി നിൽക്കും. അത് എത്ര നേരം വേണമെങ്കിലും അത് അങ്ങനെ തന്നെ നിൽക്കും. നേരെ തിരിച്ച് DNൽ വെച്ചാൽ റിലേ ആക്റ്റ് ആകത്തില്ല. റിലേ ആക്റ്റ് ആകണമെങ്കിൽ നമ്മളിതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ റിലേ ആക്റ്റ് ആവും. ടൈം കഴിയുമ്പോൾ ഇത് തിരിച്ച് ഈ പൊസിഷനിലേക്ക് തന്നെ വരുന്നതാണ്. ഇത് ഓഫ് ഡിലേയുടെ ഫംഗ്ഷനാണ് ഇതിൽ DNൽ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, നമ്മളിതിൽ പ്രസ് ചെയ്താൽ ഉടൻ തന്നെ ഈ റിലേ വർക്ക് ചെയ്യും. റിലേ വർക്ക് ചെയ്തിട്ട് തിരിച്ച് ഓഫായി ടൈം എത്ര ടൈമാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് ആ ടൈം കഴിയുമ്പോൾ നേരെ തിരിച്ച് ഇതിലേക്ക് ഈ പഴയ സ്റ്റാറ്റസിലേക്ക് തന്നെ ഈ ടൈമർ വരുന്നതാണ്. അപ്പോൾ റിലേ ഇവിടെ ഓഫായിട്ടുമുണ്ട്, നിങ്ങൾക്കിവിടെ കാണാം. അടുത്തത് INA INB എന്ന 2 ഫംഗ്ഷൻ കൂടിയുണ്ട്. അതും കൂടെ നോക്കാം എന്താണെന്ന്. ഇപ്പോൾ INAയിലാണ് ഈ നോബ് ടേൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിൽ സ്വിച്ചിൽ പ്രസ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇതിൽ പ്രസ് ചെയ്താൽ ഉടൻ തന്നെ ഈ റിലേ ആക്റ്റ് ആവുകയും ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം കഴിയുമ്പോൾ ഇത് നേരെ തിരിച്ച് പഴയ സ്റ്റേറ്റസിലേക്ക് വരുന്നതാണ്. അതും INAയിൽ ഇത് തന്നെയാണ് ഫംഗ്ഷൻ. ഇതിൽ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇതിൽ ട്രിഗർ ചെയ്യാം. ട്രിഗർ ചെയ്താൽ ഇത് മാറി വീണ്ടും ഇത് വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് കാണാം, ഇതിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇതുപോലെ ട്രിഗർ ചെയ്യാൻ പറ്റുന്നതാണ്. അതേസമയം ഈ മുകളിൽ കാണിച്ച 3 ഫംഗ്ഷനും ഈ ട്രിഗറിൽ വർക്ക് ചെയ്യത്തില്ല. അതായത് പുഷ് ബട്ടണിൽ പ്രസ് ചെയ്താൽ വർക്ക് ചെയ്യുന്നതല്ല. ഈ INB കൂടി നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം എന്താണെന്ന്. INBയിലും ഈ നോർമൽ ക്ലോസ് സ്റ്റാറ്റസ് നോർമൽ ക്ലോസിൽ തന്നെ നിൽക്കും. നമ്മൾ എപ്പോൾ ഇതിൽ പ്രസ് ചെയ്യുന്നു അപ്പോൾ റിലേ മാറി ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതായത് നോർമൽ ഓപ്പൺ ക്ലോസ് ആയി തിരിച്ച് പഴയ സ്റ്റാറ്റസിലേക്ക് തന്നെ ഇത് വരുന്നതാണ്. നമുക്ക് കാണാം. അതായത് ഓഫ് ഡിലേ ടൈമറിൻ്റെ ഫംഗ്ഷനാണ്. ബട്ട് നമ്മൾ ഇതിൽ എത്ര പ്രാവശ്യം വേണമെങ്കിലും ഇതുപോലെ ട്രിഗർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. ഇത്രയുമാണ് ഈ ടൈമറിൻ്റെ ഫംഗ്ഷൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ടൈമറും ഈ പുഷ് ബട്ടണും ഇൻഡിക്കേഷനും ഒക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ അറിയാവുന്നതാണ്. ആമസോണിൻ്റെ അഫിലിയേറ്റ് ലിങ്കാണ് ഞാനതിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിവൈസുകളുടെ വില അറിയാവുന്നതാണ്. വോയിസ് കൺട്രോളിൻ്റെ റിലേ അതിനകത്ത് ഉണ്ടെന്ന് തോന്നില്ല. ഇതുപോലെയുള്ള മറ്റ് റിലേകൾ ആമസോണിൻ്റെ ലിങ്കിൽ കിട്ടും. പക്ഷേ വോയിസ് കൺട്രോൾ മാത്രം അതിൽ കിട്ടില്ല. വോയിസ് കൺട്രോൾ RS കോമ്പോണൻറ്റിൽ മാത്രമാണ് കിട്ടുന്നത്. ഞാൻ വോയിസ് കൺട്രോൾ ആമസോണിൽ ചെക്ക് ചെയ്തിട്ട് അതിൽ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. എത്രയും പെട്ടെന്ന് ഞാൻ അതിനുള്ള മറുപടി നൽകുന്നതാണ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ ഓൾ.